بسم الله الرحمن الرحيم والله جعل لكم من بيوتكم سكنا. ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ചെറിയ ഈ ജീവിതം ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഉണർത്തുകയാണ്. നമ്മൾക്കൊക്കെയും ഭൂമിയിൽ ജീവിക്കുന്ന ജീവിവർഗങ്ങൾക്കൊക്കെയും പ്രാഥമികമായ ചില ആവശ്യങ്ങളുണ്ട്. അതിലൊന്നാണ് വീട്. ജീവിവർഗങ്ങൾ അതിൻ്റെ ശീലവും പ്രകൃതിയുമനുസരിച്ച് വീടുണ്ടാക്കുന്നു, വീട്ടിൽ കഴിയുന്നു. ആദിമ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗുഹകളിലും മറ്റ് മരപ്പൊത്തുകളിലുമൊക്കെയായി ജീവിച്ചു. പിന്നെ അവരുടെ അറിവും കണ്ടുപിടുത്തങ്ങളും വളർന്നതിനനുസരിച്ച് വീടിൻ്റെ രൂപങ്ങളുമൊക്കെ മാറി. പുതിയ കാലത്ത് ഒരുപാട് ടെക്നോളജിയിൽ വിസ്മയിപ്പിക്കുന്ന വീടുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. വീട് എന്നത് പ്രാഥമികമായ ഒരാവശ്യമാണ്. ഭക്ഷണം പോലെ, വസ്ത്രം പോലെ ഒരു മനുഷ്യന്റെ, ഒരു കുടുംബത്തിന്റെ അത്യാവശ്യമായ ഒരു കാര്യമാണ് വീട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അർബഉ മിൻ സആദ, 4 സൗഭാഗ്യങ്ങൾ ഒരാൾക്കുണ്ടാവും. ഒരാൾക്ക് 4 സൗഭാഗ്യങ്ങളുണ്ട്. ഉണ്ട് എന്ന് പറയുന്നത് അത് ലഭിച്ചെങ്കിൽ മാത്രമാണ്. അൽ മർഅത്തു സ്വാലിഹ, നല്ല ഒരു ഇണ, നല്ല ഒരു സ്ത്രീ അഥവാ നല്ല ഒരു ഭാര്യ. നമ്മെ ആശ്വസിപ്പിക്കാനും നമ്മെ സമാധാനിപ്പിക്കാനും വീട് ശ്രദ്ധിക്കാനും ഒക്കെയായി ഒരു നല്ല ഇണ ഉണ്ടാവുക എന്നുള്ളത് ഒരാളുടെ സൗഭാഗ്യമാണ്. വൽ മസ്കനുൽ വാസിഅ, മറ്റൊന്ന് സൗകര്യമുള്ള വീട്. സൗകര്യമെന്ന് പറയുമ്പോൾ ധൂർത്തിലേക്ക് വഴിമാറാതെ, ആഡംബരത്തിൽ വഴിമാറാതെയുള്ള വീട്. സൗകര്യങ്ങളുള്ള, നമ്മൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് സൗകര്യങ്ങളുള്ള ഒരു വീട്. മൂന്നാമത് പറയുന്നു വൽജാറു സ്വാലിഹ്, നല്ല അയൽവാസി. ഒരു വീടിന്റെ പരിസരത്ത് ഒരു കുടുംബം താമസിക്കുന്നിടത്ത് തൊട്ടടുത്തുള്ളവർ നല്ലവരാണെങ്കിൽ സമാധാനമാണ്. നല്ലവരല്ലെങ്കിൽ അവിടെ ഒരു സമാധാനവും ഉണ്ടാവുകയും ഇല്ല. നാലാമതായി പറയുന്നു വൽ മർകബുൽ ഹനീ, ഒരു നല്ല മിതമായ വാഹനം. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾക്ക് സൗഭാഗ്യം ലഭിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു നല്ല ഇണ, ഒരു നല്ല വീട്, നല്ല അയൽവാസി, നല്ല ഒരു വാഹനം. ഇതൊക്കെ പറയുമ്പോൾ, നല്ല ഒരു വാഹനം എന്ന് പറയുമ്പോൾ, നല്ല ഒരു വീട് എന്ന് പറയുമ്പോൾ അത് വലിയ വീടായി കൊട്ടാരം കണക്കെയുള്ള വീടോ വലിയ ആഡംബര വാഹനമോ എന്ന അർത്ഥത്തിലല്ല അത് പറഞ്ഞത്. ഇത് ഒരു പരിധി വിട്ടാൽ ധൂർത്താവും ആഡംബരമാവും. അതിനെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കർശനമായി നിരോധിച്ച കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് നൽകുന്ന 3 ഉപദേശങ്ങൾ. ഖാല അംസിക് അലൈക ലിസാനക്, അദ്ദേഹം ചോദിക്കുകയാണ് പ്രവാചകനോട്, മൽ നജ്ജാ, എന്താണ് രക്ഷ പ്രവാചകരെ, എന്താണ് രക്ഷ? അപ്പോ പ്രവാചകൻ പറയാണ്, അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു നിർത്തണം. പലതും പറയാൻ കൊതിക്കുന്ന, പഴം പറയാൻ താല്പര്യം കാണിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെയും നാവിനെ പിടിച്ചു വെക്കണം. കാരണം അങ്ങനെ പറഞ്ഞു പോയാൽ അത് അത്യാപത്തിലേക്ക്, ഗുരുതരമായ പ്രയാസങ്ങളിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ നാവ് മൂലം ബന്ധങ്ങൾ തകർന്നേക്കാം, സമാധാനാന്തരീക്ഷം ഇല്ലാതായേക്കാം. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് വൽ യസക ബൈതുക്, നിനക്ക് തൃപ്തിയുള്ള ഒരു വീട്, നിനക്ക് സമാധാനം ലഭിക്കുന്ന ഒരു വീട്, നിനക്ക് വിശാലമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു വീട്.
മൂന്നാമതായി പറഞ്ഞു വബിഖീനി, കരയുക, അലാ ഖതീഅതിക്, നിന്റെ പാപങ്ങൾ, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളെ ഓർത്ത് നീ കരയുക, പടച്ചവനോട് പശ്ചാത്തപിക്കുക. 3 കാര്യങ്ങൾ നിനക്ക് രക്ഷയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. ഇത് 2 നമ്മുടെ സ്വഭാവ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. അബദ്ധം വന്നുപോയാൽ തൗബ ചെയ്യാവുന്നതാണെന്ന്, മറ്റ് തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നാവിനെ നിയന്ത്രിക്കുക. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഒരു സൗകര്യമുള്ള വീട് എന്നാണ്. അപ്പൊ വീട് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ വീട്ടിലുണ്ടാകുമ്പോ, നമ്മുടെ സാന്നിധ്യം വീട്ടിലുണ്ടാകുമ്പോ ആ വീട്ടിൽ കൂടുതൽ സമാധാനവും കൂടുതൽ ആശ്വാസവും കൂടുതൽ സന്തോഷവും നിറക്കാൻ നമുക്ക് കഴിയണം. പുണ്യങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട് വീടിനെ നിറക്കാനായിരിക്കണം നമുക്ക് കഴിയേണ്ടത്. നമുക്കറിയാം, കൊടിയ ക്രൂരനായ ഫിർഔൻ, ആ ഫിർഔന്റെ പത്നി ആസിയ ബീവി, അവർ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ സൂചിപ്പിക്കുകയാണ്, സത്യവിശ്വാസികൾക്ക് ഉപമയായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു സ്ത്രീ ആസിയ ബീവിയാണ്, അഥവാ ഫിർഔന്റെ പത്നിയാണ്. അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔന, സത്യവിശ്വാസികൾക്ക് ഉപമയായി അള്ളാഹു ഒരു ഭാര്യയെ, ഫിർഔന്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. ഇത് ഖാല, അവർ പറയുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബേ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി തരണേ. നിന്റെ തൃപ്തിലാക്കിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, നിന്റെ തൃപ്തിലാക്കിയാണ് ഈ കൊടിയ ക്രൂരനായ ഭർത്താവിന്റെ കീഴിൽ ഒരു ഭാര്യയായി ഞാൻ ജീവിക്കുന്നത്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നത്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ കൊട്ടാരത്തിൽ എനിക്ക് സമാധാനമില്ല, ഈ കൊട്ടാരത്തിൽ എനിക്ക് സുഖത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നില്ല, വീർപ്പുമുട്ടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരണേ. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. 2 കാര്യങ്ങൾ കൂടി ആവശ്യപ്പെടുകയാണ്. ഫിർഔന്റെയും അവന്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ, അക്രമിയായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ എന്നും അവർ പ്രാർത്ഥിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇതിലൊന്ന് സ്വർഗത്തിലൊരു വീട് തരണേ എന്നുള്ളതാണ്. അപ്പൊ വീട് എന്നുള്ളതിനെ കുറിച്ച്, വീട് ശാന്തമായ ഒരവസ്ഥ മനുഷ്യന് പ്രദാനം ചെയ്യുന്നു, സമാധാനത്തിന്റെ ഒരവസ്ഥ മനുഷ്യന് പ്രദാനം ചെയ്യുന്നു. വലിയ കൊട്ടാരമായിട്ടും ഫിർഔന്റെ പത്നിക്ക് അവിടെ സമാധാനം ലഭിച്ചില്ല. അവളുടെ ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയാണ്, അവിടെ വെച്ച് വിമ്മിഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരം ആണ് സമാധാനം എന്നാരും പ്രതീക്ഷിക്കേണ്ട, കണക്കാക്കേണ്ട. വീട്ടിനുള്ളിൽ സ്വസ്ഥത വേണം, സമാധാനം വേണം. അതുകൊണ്ട് തന്നെയാണ് ഒരു കൊച്ചു വീടെങ്കിലും സ്വർഗത്തിൽ ലഭിക്കണേ എന്നവർ പ്രാർത്ഥിച്ചത്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാ മനുഷ്യർക്കും ചുമതലയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവർ നിശ്ചയമായും അവരുടെ മേൽനോട്ടത്തിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഉണ്ട്. ഭർത്താവിനെയും ഭാര്യയെയും പരിചയപ്പെടുത്തുകയാണ്. വറജുലു റാഇൻ ഫീ അഹ്ലി ബൈതിഹി വഹുവ മസ്ഊലുൻ അൻ റഅയതിഹി. ഒരാൾ, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, ഒരാണ്, അയാൾ ആ വീട്ടിന്റെ, അയാളുടെ കുടുംബത്തിന്റെ രക്ഷകനാണ്, മേൽനോട്ടക്കാരനാണ്. നിശ്ചയം അയാൾ ആ കാര്യത്തിൽ ഉത്തരവാദിയാണ്. ആ വീടിനെ സംരക്ഷിക്കണം, വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അനാസ്ഥ കാണിച്ചാൽ, കഴിവില്ലാത്തത് കൊണ്ടല്ല, സാമ്പത്തികമായ ഞെരുക്കം കൊണ്ടല്ല, അത് വേറെ വിഷയമാണ്. അല്ലാത്ത രീതിയിൽ അവരെ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഈ പുരുഷൻ സമാധാനം പറയേണ്ടി വരും. വീട്ടിനുള്ളിലുള്ള അംഗങ്ങളെ പരിരക്ഷിക്കേണ്ടത് പുരുഷനാണ് എന്ന് ഇവിടെ ഖുർആൻ ആവർത്തിക്കുകയാണ്. രണ്ടാമത് പറയുകയാണ്, വൽ മർഅതു റായത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്ത്രീ, ഭാര്യ, അവർ ഭർത്താവിന്റെ വീട്ടിലെ മേൽനോട്ടക്കാരിയാണ്. ഭർത്താവിന്റെ സംരക്ഷണയിൽ, ഭർത്താവിന്റെ വീട്ടിൽ, ഭർത്താവിന്റെ ഒപ്പം, മക്കളോടൊപ്പം താമസിക്കേണ്ടവരാണ് ഭാര്യ.
അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ വീട്ടിലെ കാര്യസ്ഥ അതൊക്കെ ശ്രദ്ധിക്കുന്നത്, അവിടെ ഇന്നാലിന്ന സാധനം വേണം, ഇന്നാലിന്ന കാര്യങ്ങൾ വേണം, മക്കളെ വളർത്തണം, മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. അതിന്റെയൊക്കെ ചുമതല സ്ത്രീക്കാണ്, മാതാവിനാണ്, അല്ലെങ്കിൽ ഭാര്യക്കാണ്. والمرأة راعية في بيت زوجها ومسؤولة عن رعيته. ആ വീട്ടിലെ മേലോട്ടക്കാരി എന്ന നിലക്ക് ആ ഭാര്യ, ആ സ്ത്രീ ഉത്തരവാദിയാണ്. ആ വീടെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നാളെ പടച്ചവന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവാം, ഒരുപാട് സൗകര്യങ്ങൾ, വിസ്മയകരമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവാം. ടെലിവിഷൻ ഉണ്ടാകാം, പുതിയ പുതിയ ലൈറ്റിന്റെ അങ്ങനെ വർണ്ണാഭമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവാം. അവിടെ ഒരു ഖുർആനും ഒരു തഫ്സീറൊക്കെ വെച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊരു ചിഹ്നം മാത്രമായി അതെടുക്കാത്ത ഒരു പാഴ്വസ്തു പോലെ അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവാം. അങ്ങനെയല്ല ഒരു സത്യവിശ്വാസിയുടെ വീടുണ്ടാവേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹിൽ ബൈത്തി അല്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാത്ത വീട്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ വീട്ടിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ ഇല്ലാത്ത വീട്, ആ വീട് എത്ര സൗകര്യമുള്ളതായാലും, എത്രമാത്രം നമുക്ക് രസകരമായി ഒന്നിച്ചിരുന്ന് ചിരി, ആസ്വാദനം, കളി, ഇഷ്ടമുള്ള ഭക്ഷണം അതൊക്കെ കഴിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായിരുന്നാലും, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും, ആ വീട് മയ്യത്ത് പോലെയാണ്. പടച്ചവനെ ഓർമ്മിക്കാത്ത വീട് മയ്യത്ത് പോലെയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ മയ്യത്ത് പോലെയാണ് വീട്. എന്നാൽ പടച്ചവനെ ഓർമ്മിക്കുന്ന വീടാവട്ടെ അൽ ഹയ്യ്, അത് ജീവിച്ചിരിക്കുന്നവനെ, മരിച്ചിട്ടില്ലാത്തവനെ പോലെയാകുന്നു. ഇപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഒരു വീട്ടിൽ നിലനിർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജീവനുണ്ട് ആ വീടിന് എന്നതിനുള്ള തെളിവായിട്ട് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. മറ്റു വീട് എന്താഘോഷമയമായിട്ടാകും കാര്യമില്ല, അത് മയ്യത്ത് പോലെയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, സല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂതികും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കൂ. ഫഇന്ന അഫ്ളല സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തുൽ മക്തൂബത. വീടുകളിൽ നമസ്കാരം ഉണ്ടാവണം. അതാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളി അവർക്ക് പുണ്യമാണ്. പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം അവർക്ക് പുണ്യമാണ്. വീട്ടിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം കിട്ടും. ഒരു പുരുഷൻ പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന പുണ്യം സ്ത്രീക്കും കിട്ടും. പക്ഷേ അവരോട് നിർബന്ധമാക്കിയില്ല ജമാഅത്ത് നമസ്കാരം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുമെങ്കിൽ പള്ളിയിൽ തന്നെ വന്ന് നമസ്കരിക്കണം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാക്കിയില്ല. അവരുടെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമമാണത്. അങ്ങനെ അവർ സ്ത്രീകൾ വീടുകളിൽ നിന്നാണെങ്കിൽ വീടുകളിൽ നിസ്കരിക്കണം, പുരുഷന്മാർ നമസ്കരിക്കണം. അങ്ങനെ പുരുഷന്മാർ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കണം. നമ്മൾക്കറിയാം, റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ ളുഹറിന് മുമ്പ് 2, ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. അങ്ങനത്തെ റവാത്തിബ് നമസ്കാരങ്ങളൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് നമസ്കരിച്ചായിരുന്നു പള്ളിയിലേക്ക് വന്നത്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പ്രവാചകൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ച് പള്ളിയിലേക്ക് വരും. പള്ളിയിലെത്തിയാൽ അവിടെ വെച്ച് വേറെ നമസ്കാരമുണ്ട്, തഹിയ്യത്ത് നമസ്കാരം. ളുഹറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം പ്രവാചകൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു. ശേഷമുള്ള നമസ്കാരം ളുഹറിന് ശേഷം പിരിഞ്ഞു പോയിട്ട് വീട്ടിൽ പോയി നമസ്കരിച്ചു. ജുമാക്ക് ശേഷം 4 റക്അത്ത് നമസ്കാരമുണ്ട്. 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം 2 ആ 2 വീട്ടിൽ വെച്ചാവാം, ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ട്. അല്ലെങ്കിൽ 2 റക്അത്ത് ഇവിടെ നമസ്കരിച്ച് 2 വീട്ടിൽ നിന്നാവാം. അതുമല്ലെങ്കിൽ 4 പള്ളിയിൽ നിന്നുമാവാം. അതങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരം വീട്ടിൽ നിന്ന് നിർവഹിക്കണം. നമസ്കാരം മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ വീട്ടിലുണ്ടാവരുത് എന്ന് പ്രവാചകൻ അരുളിയിരിക്കുകയാണ്.
മാത്രമല്ല ഖുർആൻ പാരായണം ഇന്നതൊക്കെ എടുക്കപ്പെട്ടു പോയി. ഇന്ന് സീരിയലിന്റെയും സിനിമയുടെയും റീൽസിന്റെയും ഒക്കെ ലോകത്ത് മൊബൈലിൽ ടിവിയിൽ അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സാഹചര്യം മുമ്പ് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മമാർ പ്രായം ചെന്ന ആളുകളൊക്കെ മഗ്‌രിബ് നിസ്കാരാനന്തരം ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടിരുന്ന ഒരു അവസ്ഥയൊക്കെ ഇന്ന് മാറിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. നാളെ ഖുർആൻ നമ്മുടെ മഹ്ശറയിൽ വെച്ച് നമുക്ക് വേണ്ടി സാക്ഷി പറയും. അവനവന്റെ വീട്ടിൽ വെച്ച് എന്നെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു, ഇന്ന സമയത്തൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മുടെ ദർജ, നമ്മുടെ ഗ്രേഡ്, നമ്മുടെ സ്ഥാനം സ്വർഗത്തിൽ ഉണ്ടാകുന്നതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. നാളെ നമുക്ക് വേണ്ടി സാക്ഷി പറയും ഖുർആൻ. എങ്കിൽ അത് എത്രമാത്രം മഹത്തരമായ കാര്യമല്ല സുഹൃത്തുക്കളെ. ആലോചിക്കണം. വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. സുബഹി നമസ്കാരാനന്തരം കുറച്ച് സമയം എന്തായാലും ഫ്രീ ഉണ്ടാവുമല്ലോ. മഗ്‌രിബ് നമസ്കാരാനന്തരം ഫ്രീ ഉണ്ടാവും വീട്ടിലുള്ളവർക്ക്. മക്കൾക്കൊക്കെ നമസ്കാരം നമ്മൾ കുട്ടികളിൽ ശീലിപ്പിക്കാൻ നമ്മൾ പാരായണം ചെയ്ത് കാണിച്ചു കൊടുക്കണം. നീ ഓതടാ എന്ന് പറഞ്ഞിട്ട് മക്കളോട് ഓതാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഓതിയേക്കാം. പക്ഷെ കുറച്ച് പ്രായം കഴിഞ്ഞാൽ അവരത് നിർത്തും. കാരണം എന്താ, എന്റെ ഉപ്പ ഓതുന്നത് കണ്ടിട്ടില്ല, ഇപ്പൊ കൽപ്പിക്കുന്നതേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ കൊച്ചുകുട്ടിയാകുമ്പോൾ ഓതിയാ മതി, വലുതായാൽ ഓതണ്ട എന്നവൻ ധരിക്കും. അങ്ങനെയല്ല, വീടുകളിൽ വെച്ച് അത് നിരന്തരമായി ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് പ്രാർത്ഥനകൾ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ നോക്കൂ. ഉറങ്ങാൻ പോകുമ്പോ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. അൽ-ബഖറ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകള് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങിയുള്ള ആ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത് പാരായണം ചെയ്ത് കയ്യിലൂതി നമ്മൾ ശരീരം തടവിക്കൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്. സമാധാനമുള്ള ഒരു ഉറക്കം അവിടെ ലഭിക്കും, ശാന്തമായ ഉറക്കം അവിടെ ലഭിക്കും. മാത്രമല്ല ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന പ്രാർത്ഥനയും അവിടെ വെച്ച് നമ്മൾ നിർവഹിക്കണം. ഉറങ്ങാൻ പോകുമ്പോ നിന്റെ നാമത്തിലാണ് റബ്ബേ എന്റെ ജീവിതവും ഉറക്കവും അഥവാ മരണവും. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാൻ ചിലപ്പോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, അത് മരണത്തിലേക്കുള്ള യാത്രയായിരിക്കാം. അങ്ങനെയാകുമ്പോ ഈ പാരായണം ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമുള്ള ഉറക്ക് അത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് അനുഗ്രഹമായി തീരും. അതുപോലെ തന്നെ ഉറക്കമുണർന്നാലോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരണത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. മരിച്ചു കിടക്കുകയായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല, ബോധമില്ലാതെ ഉറക്കിലായിരുന്നു. ഒരു മരണത്തിന്റെ ചെറിയൊരു രേഖയാണത്, ചെറിയൊരു ചിത്രമാണത്. അങ്ങനെ ആ ഉറക്കിൽ നിന്ന് മരണത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടും അള്ളാഹു ആ ഉറക്കിൽ നിന്ന് മരണത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാതെ വീണ്ടും നമുക്ക് ജീവിക്കാൻ സൗകര്യം നൽകി, അവസരം നൽകി. ആ അള്ളാഹുവിന് സർവസ്തുതിയും പറയുകയാണ്. എന്നിട്ട് പറയാണ് വഇലൈഹി നുശൂർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം. ഇപ്പോഴും ഞങ്ങൾ മരിക്കും. ആ ഓർമ്മയോടെ നമ്മൾ ഉറക്കമുണർന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉറങ്ങുന്നത് വീട്ടിലാണ്. വീട്ടിൽ പിന്നെയും മനോഹരമായ വാക്കുകൾ, ഖുർആൻ വചനങ്ങൾ, അള്ളാഹുവിനെ സ്തുതിക്കുന്ന വചനങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു ചായ രാവിലെ തന്നെ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ, ഒരു ചായ കുടിക്കുമ്പോൾ ബിസ്മില്ലാ തുടങ്ങുന്ന അവിടെ വെച്ചാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ വസഖാനീ വജഅലനീ മിനൽ മുസ്ലിമീൻ. പ്രാർത്ഥന നിരതമാണ് ജീവിതം. നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോ, കുളിക്കാൻ പോകുമ്പോ, കുളിച്ചു വന്ന് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെയും പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. നിരന്തരമായി വീട്ടിൽ നിന്ന് പ്രാർത്ഥന കൊണ്ടാണ് ഓരോ മനുഷ്യന്റെ പ്രധാന സമയങ്ങളൊക്കെയും നടന്നു നീങ്ങുന്നത്, കഴിഞ്ഞു പോകുന്നത്. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടത്. അല്ലാഹുവേ ബിസ്മില്ലാ, നിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, നിന്നിലെല്ലാം അർപ്പിച്ചുകൊണ്ടാണ് യാത്ര തുടരുന്നത്. അല്ലാഹുവേ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ശക്തിയും
കഴിവുമൊക്കെ നിനക്കല്ലാതെ മറ്റൊന്നിനുമില്ല. എന്റെ ഈ യാത്രയിൽ എനിക്കായി പ്രത്യേകിച്ച് നിയന്ത്രിക്കാൻ ഒരു കഴിവുമില്ല. എല്ലാം നിന്റെ തീരുമാനം പോലെയാണ്, എല്ലാം നിന്റെ ഔദാര്യം പോലെയാണ്. നീ തീരുമാനിക്കുന്നത് പോലെ സംഭവിക്കൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സാധനം മേടിച്ച് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ വേറൊരു യാത്ര കുറച്ച് ദൂരെ പോയി തിരിച്ച് വീട്ടിലെത്തണം. ആ നിയത്തോടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുക. പക്ഷേ തിരിച്ചു വരാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാ, നിന്റെ നാമത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതൊരു പുതിയ വീടെടുത്തിട്ട് ആദ്യമായിട്ട് പ്രവേശിക്കുമ്പോഴായിരുന്നാലും അല്ലാത്തപ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ടതാണിത്. അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവേശിക്കുകയാണ്, അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ പുറത്തു പോവുകയും ചെയ്യുന്നത്. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിൽ തന്നെയാണ് ആശ്രയിക്കുന്നതും അള്ളാഹുവിലാണ് ഞാൻ അഭയം തേടുന്നതും എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വിഷയമാണ് ധൂർത്ത്. സൂറത്തുൽ ഇസ്രായിൽ പറയുകയാണ്, തീർച്ചയായും ദുർവ്വയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാ. ദുർവ്വയം വീടിന്റെ വിഷയത്തിലായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നാലും ദുർവ്യയം ചെയ്യുന്നവർ, ധൂർത്ത് കാണിക്കുന്നവർ, പൊങ്ങച്ചത്തിന് വേണ്ടി ഇങ്ങനെ ആഡംബരങ്ങൾ ഒരുക്കിക്കൂട്ടുന്നവർ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, ചങ്കുകളാണ് എന്നാണ് ഈ പറഞ്ഞത്. അതിഥിയുമായി ബന്ധപ്പെട്ട് ആതിഥ്യ മര്യാദ കാണിക്കണം. ഒരു അതിഥി വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് അവരെ സൽക്കരിക്കേണ്ടത്, പരിഗണിക്കേണ്ടത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ സഹാബികളൊക്കെയും അധിക പേരും ദരിദ്രരായിരുന്നു. ഒരു വീട്ടിൽ ചെറിയ സൗകര്യങ്ങൾ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നാൽ ആ അതിഥിയെ പരിഗണിക്കാനുള്ള ഒരു സൗകര്യം അവൻ ഒരുക്കി വെച്ചിരുന്നു. അവന് ആ അതിഥിക്ക് കിടക്കാൻ ഒരു സ്ഥലം, ഒന്ന് പുതക്കാൻ ഒരു പുതപ്പ്, അങ്ങനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം. ഇങ്ങനെയാണത് ദരിദ്രരായ ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. ഫിറാശുൽ റിജ്ലി, ഒന്ന് ആ ഗ്രഹനാഥനുള്ള പുതപ്പ്, ഫിറാശുൽ ഇംറതിഹി, ഒന്ന് ഭാര്യക്കുള്ള പുതപ്പ്. ഇനി മക്കളുണ്ടാകുമ്പോ, മക്കളുണ്ടെങ്കിൽ മക്കൾക്കുള്ള പുതപ്പ് വേറെ. മൂന്നാമത്തെ പുതപ്പിനെ കുറിച്ച് പറയാണ്, അതിഥിക്കുള്ളതാണ് ആ പുതപ്പ്. അതിഥിക്ക് വേണ്ടി ഒന്ന് കരുതി വെക്കുക. വീട്ടിലെ ആവശ്യങ്ങൾക്കൊപ്പം വരുന്ന എപ്പോഴെങ്കിലും വരുന്ന അതിഥിക്ക് വേണ്ടിയും ഒന്ന് കരുതി വെക്കാം. നാലാമത് പറയുകയാണ്, അല്ലെങ്കിൽ അതിനുശേഷമുള്ളതൊക്കെയും അത് പിശാചിനുള്ളതാണ്. അത് പിശാചിനുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഒന്നിലധികം പുതപ്പ് ബാക്കിയായി വന്നോ അല്ലെങ്കിൽ കൂടുതലുണ്ടോ എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. നമ്മൾ ദൂർത്ത് അനാവശ്യമായി ഒരുക്കി വെച്ച് നമ്മൾ ഉപയോഗിക്കാതെ ഒരുക്കി വെക്കുന്നതിനൊക്കെയും ഇത് ബാധകമാണെന്ന് കൂടി നാം മനസ്സിലാക്കുക. മക്കൾക്ക് വേണം, അതിഥിക്ക് വേണം. അതിഥി ഒരാളാവുമ്പോഴുള്ള അവസ്ഥയായത്. ഇനിയിപ്പോ അതിഥിയായ ഒരു കുടുംബം വരികയാണെങ്കിൽ അതിനുള്ള സൗകര്യമുള്ളവർ ഒരുക്കി കൊടുക്കണം. എല്ലാ വീട്ടിലും ഇത് വേണമെന്നല്ല. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ കഴിയുന്നവർ ഇത് ഒരുക്കി വെക്കണം. ആതിഥ്യ മര്യാദക്ക് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ ധൂർത്ത് പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. ഒരാൾ വീട്ടിൽ വന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയോടെ സന്തോഷത്തോടെ ആ മനുഷ്യന് കയറി വരാൻ സന്തോഷം അനുഭവിക്കുമാറുള്ള സ്വീകരണമാണ് നമ്മൾ നൽകേണ്ടത്. ചിരിക്കാൻ പോലും മടിച്ചുകൊണ്ടാണ് അയാളെ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹ് ഇവിടെ വന്നുപോയോ എന്ന് അയാൾ ഖേദിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അത് പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആദരിക്കണം. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ എങ്ങനെയാണ് അതിഥിയെ പരിഗണിക്കേണ്ടത് എന്ന് കൂടി വിശദീകരിക്കുകയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ. ജാഇസതുഹു യൗമുൻ വലൈലത്തുൻ.
ഒരു അതിഥി വീട്ടിൽ വന്നാൽ അയാൾക്ക് ആ പകലും ആ രാത്രിയും അവിടെ അവകാശമുണ്ട്. ഒരാൾ വീട്ടിൽ വന്ന് കൂടാൻ താമസിക്കാൻ വന്നാൽ ആ വന്നവന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഒരു പകലും ഒരു രാത്രിയും കഴിയുക എന്നുള്ളത്. അതിഥിയുടെ അവകാശമാണ്. ആതിഥേയൻ എന്താണ് കാണിക്കേണ്ടത് എന്നുകൂടി പറയുകയാണ്. അതിഥിയെ 3 ദിവസം പരിഗണിക്കണം. ഒരു അതിഥി വീട്ടിൽ വന്ന് താമസിച്ചാൽ 3 ദിവസം ആ മനുഷ്യനെ അവരെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം. 4-ാമത്തെ ദിവസവും 5-ാമത്തെ ദിവസവും അതിഥി വീട്ടിലുണ്ടെങ്കിലോ അതിനപ്പുറവും ആ അതിഥി വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അത് നിന്റെ സദഖയാണ്, നിന്റെ ഔദാര്യമാണ്, നിന്റെ ദാനമാണ്. അതിനും പ്രതിഫലമുണ്ട്. അപ്പോ 1-ാമത്തെ ദിവസം അത് വീട്ടിൽ വന്നാൽ അയാൾക്കൊരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ പരിഗണിക്കണം. അത് അയാളുടെ അവകാശമാണ്. 3 ദിവസം നമ്മൾ അങ്ങോട്ട് നിർവഹിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യതയുടെ ഭാഗമാണ്. നിർബന്ധ ബാധ്യത എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത് കേട്ടോ. എന്നാൽ അതിനുശേഷവും നമുക്ക് അതിഥിയെ പരിഗണിക്കാം. അതൊക്കെയും പടച്ചവന്റെ അടുക്കൽ നിന്ന് സദഖ പോലെ നമുക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ഇങ്ങനെ കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും. ഹേ സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അങ്ങ് സമ്മതം ചോദിക്കാതെ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. ഒരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ സാധാരണ കണക്കാണ്, തുറന്നിട്ട വാതിലൊക്കെ ആണെങ്കിൽ ബെല്ല് പോലും അടിക്കാതെ കയറിപ്പോകുന്ന ആളുകൾ, നേരെ അടുക്കളയിലേക്ക് പോകുന്ന ആളുകൾ പാടില്ല എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. സമ്മതം ചോദിക്കണം. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് 3 വട്ടം സമ്മതം ചോദിച്ചിട്ടും വിളിക്കുക, സലാം ചെല്ലുക, ബെല്ലാണെങ്കിൽ ബെല്ലടിക്കുക, എന്നിട്ടും മറുപടി ലഭിച്ചെങ്കില്ലെങ്കിൽ തിരിച്ചു പോകണം. പിന്നെ അവിടെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടാവും. ഒന്നിരിക്കൽ അവർ വീട്ടിലുണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. ഇനി വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടാവും. തൽക്കാലം വാതിൽ തുറന്ന് നിങ്ങളെ സ്വീകരിക്കാൻ. അതുകൊണ്ട് തന്നെ മാന്യമായി തിരിച്ചു പോകണം എന്നാ പറയുന്നത്. അപ്പൊ അതിഥിക്കും എന്തൊക്കെ സ്വഭാവങ്ങൾ കാഴ്ചവെക്കണം ഒരു വീട്ടിൽ പോയാലെന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുതേ, നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ നമ്മളെങ്ങനെയാണ് ഒരു അതിഥിയാകുമ്പോൾ പെരുമാറേണ്ടത്, നമ്മളെങ്ങനെ ഒരു ആതിഥേയനാകുമ്പോൾ പെരുമാറണമെന്നും കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. നമ്മൾ അതിഥികളാണ്, നമ്മൾ ആതിഥേയരാണ്, നമ്മൾ വീട്ടുകാരാണ്. ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾക്കായിരിക്കണം വീടുകളിൽ പ്രാധാന്യം നൽകേണ്ടത്. അത്തരത്തിൽ വീടുകളെ ജീവനുള്ളതാക്കി മാറ്റാനുള്ള തൗഫീഖ് കാരണമാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.